എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എക്സലിൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടൂളാണ് പൈവോട്ട് ടേബിൾ. ഓക്കെ, പൈവോട്ട് ടേബിൾ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് ഇതുപോലത്തെ ഒരു കംപ്ലീറ്റ് ഡാറ്റ വേണം. സാമ്പിളായിട്ട് ഞാനിപ്പോൾ ഒരു OPD റിപ്പോർട്ടാണ് എടുത്തിട്ടുള്ളത് ഒരു ദിവസത്തെ. അപ്പോൾ നമുക്കിവിടെ എല്ലാ കോളംസും കംപ്ലീറ്റ് ആയിരിക്കണം. ഡേറ്റ്, പേഷ്യൻ്റ് നെയിം, MRD നമ്പർ, സർവീസ് എന്താണ് കൊടുത്തത്, ഡോക്ടറിൻ്റെ പേര്, അതിൻ്റെ കൺസൾട്ടേഷൻ ചാർജ്, അങ്ങനെ വട്ടവർ നമുക്ക് എന്താണോ വേണ്ടത് അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ വേണം. അപ്പോൾ എല്ലാ കോളംസും എൻട്രി ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട്, എസ്പെഷ്യലി ഇതൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ കറക്റ്റായിട്ട് നമ്പേഴ്സ് തന്നെ വരണം. ഇവിടെ ആൽഫബറ്റ്സ് ഒന്നും വരാൻ പാടില്ല ഈ നമ്പേഴ്സ് വരുന്ന കോളങ്ങളിൽ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഈ സീരിയൽ നമ്പർ തൊട്ട് ഈ ആഫ്റ്റർ ഡിസ്കൗണ്ട് വരെയുള്ള കോളംസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇൻസേർട്ടിൽ പിവോട്ട് ടേബിൾ അല്ലെങ്കിൽ പൈവോട്ട് ടേബിൾ എടുക്കുക. വീണ്ടും ഈ ഒരു ബോക്സ് വരും, അത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ഒരു ഇത് വരും. അതിപ്പോൾ നമുക്കിവിടെ ഈ ലെഫ്റ്റ് സൈഡിലാണ് നമുക്കിവിടെ എല്ലാ ഡാറ്റാസ് നമുക്കവിടെയുള്ള എല്ലാ ഹെഡിങ്ങും ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 4 കോളംസ് കാണുന്നുണ്ടല്ലോ. ഈ 4 കോളംസാണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഡോക്ടർ എത്ര പേഷ്യൻറ്റിനെ കണ്ടു എന്നാണ് നമുക്ക് അറിയേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആൾപ്പെടുന്ന ഡോക്ടറിനെ ഡ്രാഗ് ചെയ്തിട്ട് ഈ കോളത്തിലിടുക. ഇപ്പോൾ ഡോക്ടർ, ഓക്കെ, ഡോക്ടർ വന്നു ഇവിടെ. അപ്പോൾ അതാ കണ്ടോ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കിവിടെ ഡോക്ടർ വന്നു. ഇവിടെ ഡോക്ടറിൻ്റെ പേര് നമുക്കിവിടെ വന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡോക്ടറിൻ്റെ സപ്പോസ് എത്ര പേഷ്യൻറ്റിനെ കണ്ടു എന്നുള്ളതാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഐഡിയിൽ നിന്നുള്ള MRD നമ്പർ എടുക്കാം. ഇവിടെ ഇട്ട് കഴിയുമ്പോൾ MRD നമ്പർ വന്നു. ഓക്കെ, അപ്പോൾ MRD നമ്പർ വന്നു കഴിയുമ്പം താഴെയാണ് ഇടേണ്ടത്, ഇവിടേക്ക് ഇടുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് സം ഓഫ് MRD നമ്പർ എന്നാണ്. അപ്പോൾ സം ഓഫ് അല്ല നമുക്ക് വേണ്ടത്, കാരണം MRD നമ്പറിൻ്റെ സം അല്ല വേണ്ടത്, നമുക്ക് കൗണ്ടാണ് വേണ്ടത്. അവിടെ അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വാല്യൂ ഫീൽഡ് സെറ്റിങ്സിൽ പോയിട്ട് ഇത് സം എന്നുള്ളത് കൗണ്ടാക്കി, ഇവിടെ സം എന്നുള്ളത് കൗണ്ടാക്കി മാറ്റാം. അതിനുശേഷം അത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൗണ്ട് ഓഫ് MRD നമ്പർ വന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതാ കണ്ടോ, നമുക്ക് ഇവിടെ ഒരു ഡോക്ടറിന് അബ്ദുള്ള ഡോക്ടർ 7 പേഷ്യൻറ്റിനെ കണ്ടു. ഇതാണ് ആക്ച്വലി ഇത്. അപ്പോൾ നമുക്ക് ഫൈസൽ ഡോക്ടർ ഇത്ര പേരെ കണ്ടു. ഓരോ ഡോക്ടേഴ്സിൻ്റെ അണ്ടറിലും എത്ര പേഷ്യൻറ്റിനെ കണ്ടു എന്നുള്ളതാണ് ഇത് കറക്റ്റ്. ടോട്ടൽ നമുക്ക് 37 പേഷ്യൻസ് ആണുള്ളത്. അതിൽ ഇങ്ങനെയാണ് പേഷ്യൻസ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോക്ടേഴ്സ് നമ്പർ കിട്ടി. സപ്പോസ് ഇനി നമ്മൾ ഓരോ ഡോക്ടേഴ്സും എത്ര പേഷ്യൻസിന് എത്ര ഇൻകം ജനറേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ അതുപോലെ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ കിട്ടും. നമുക്ക് സപ്പോസ് ഇവിടെ ഒരു ഗ്രോസ് ഇൻകം എന്നൊരു കോളം ഉണ്ട്. അത് നമുക്ക് ടോട്ടൽ ഇൻകം അതിനകത്ത് വന്നേക്കുന്ന ഇൻകമാണ് ഞാൻ അവരുടെ വന്നേക്കുന്നത്. അത് നമ്മൾ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഞാൻ ചെയ്തത് ഇവിടെ നമുക്ക് ഗ്രോസ് ഇൻകവും നെറ്റ് ഇൻകവും, അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര അവർ ജനറേറ്റ് ചെയ്യുന്നുള്ളതും അതിൽ നെറ്റ് ഉദ്ദേശിച്ച് ജസ്റ്റ് ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമാണ് കേട്ടോ. കറക്റ്റായിട്ടുള്ള നെറ്റ് ഇൻകം എന്നല്ല, ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടതാണ്. അങ്ങനെ അത് രണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്തു. അതെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ ഈ ഡോക്ടേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാകും ചില പേഷ്യൻസിന്. അപ്പോൾ ആ ഡിസ്കൗണ്ട് കുറച്ചിട്ട് ആക്ച്വലി വന്ന എമൗണ്ടാണ് ഇവിടെ വരിക. അപ്പോൾ അത് കണ്ടോ നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഒരു ഡോക്ടർ സപ്പോസ് അബ്ദുള്ള 7 പേഷ്യൻറ്റിനെ കണ്ടു, 2800 രൂപയാണ് ടോട്ടൽ വന്നത്. അതിൽ 2200 രൂപയാണ് നമുക്ക് കിട്ടിയത്. 200 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഡോക്ടേഴ്സിൻ്റെ ടോട്ടൽ പേഷ്യൻസ് അവരുടെ എത്ര ടോട്ടൽ എമൗണ്ട്, അത് ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള എമൗണ്ട്, ഇതിനകത്ത് ഏറ്റവും അടിയിൽ ടോട്ടൽ എമൗണ്ടും വന്നുണ്ടോ. ടോട്ടൽ പേഷ്യൻസ്, ടോട്ടൽ മൊത്തത്തിൽ ആ ദിവസത്തെ എമൗണ്ടും ടോട്ടൽ ഫൈനൽ എമൗണ്ടും വന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ്. ഇതുപോലെ നമുക്ക് എന്ത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് ഡാറ്റാസ് ചെയ്യാം. എന്ത് തരത്തിലുള്ള നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ച് ഏത് രീതിയിലുള്ള അനാലിസിസ് വേണമെങ്കിലും ചെയ്യാം നമുക്ക്. എസ്പെഷ്യലി പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് മാനേജ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോഴോ ഒക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ പൈവോട്ട് ടേബിൾ. നമുക്ക് വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഇതൊന്നും നമ്മൾ കുത്തിയിരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വിചാരിക്കുക, ഇപ്പം ഇതിനകത്ത് നമുക്ക് ടോട്ടൽ എത്ര പേഷ്യൻസ് വേണം, മറ്റേ നമുക്ക് പൈവോട്ട് അറിയില്ലെങ്കിൽ നമ്മളിത് ഓരോ ഡോക്ടേഴ്സിൻ്റെ എത്രയാണെന്ന് നമ്മൾ എഴുതി കൂട്ടണം അല്ലെങ്കിൽ എണ്ണണം, അതിൽ മിസ്റ്റേക്ക് വരാം. അങ്ങനെ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് അനാലിസിസ് എടുക്കാം. ഈ ഡാറ്റ എപ്പോഴും അക്യുറേറ്റ് ആയിരിക്കണം. ഇതിനകത്ത് ഇപ്പം എനിക്കൊന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് അറിയില്ല, കുറച്ചും കൂടി ഒരുപാട് സമയം എടുത്താലേ ഇത് മനസ്സിലാവുള്ളൂ. എന്തായാലും ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.